നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജനസേവനം കൊണ്ട് കയ്യൊപ്പ് ചാർത്തിയവരാണ് പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ. പക്ഷേ നമ്മൾ ആരും തന്നെ ഇവരുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അഥവാ മനസ്സിലായാലും കണ്ടെന്ന് നടിക്കുന്നില്ല. പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ ഹൃദയ നൊമ്പരങ്ങളുടെ സങ്കടക്കണ്ണീരാണ് ഈ ഗാനം. ആരെയും കുറ്റപ്പെടുത്താനല്ല, വേദനിപ്പിക്കാനുമല്ല, ആയിരക്കണക്കിന് ബസ് തൊഴിലാളികളുടെ നെടുവീർപ്പിൻ്റെ പാട്ട്. കേരളത്തിലെ മുഴുവൻ ബസ് തൊഴിലാളികൾക്കും വേണ്ടി പൂവാട്ടുപറമ്പ് ബസ് ഓണേഴ്സ് സമർപ്പിക്കുന്നു. രചന ബാപ്പു വെള്ളിപ്പറമ്പ്, ആലാപനം അമീൻ പൊന്നാട്, അനാമിക സിത്തു, സംവിധാനം അഷ്റഫ് പൂവാട്ടുപറമ്പ്. ആട്ടും തുപ്പും സഹിച്ചും കൊണ്ടെത്ര ജോലി എടുക്കണം ബസ്സിലെ തൊഴിലാളി. ഇന്ന് ആറ്റുനോറ്റോടിയാലും ഒന്നുമില്ലാതുരുകണം ബസ്സിന്റെ മുതലാളി. ആകെ ദുരിതത്തിൻ തീയാളി. ആട്ടും തുപ്പും സഹിച്ചും കൊണ്ടെത്ര ജോലി എടുക്കണം ബസ്സിലെ തൊഴിലാളി. ഇന്ന് ആറ്റുനോറ്റോടിയാലും ഒന്നുമില്ലാതുരുകണം ബസ്സിന്റെ മുതലാളി. ആകെ ദുരിതത്തിൻ തീയാളി. ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കിടവിട്ട സമയം, ഒന്ന് സ്പീഡ് കൂട്ടിപ്പോയാൽ കേസ് കെട്ടിൻ പ്രളയം. ഒന്നിലുമില്ലൊരിക്കലും ബസ്സുകാർക്കൊരാഭയം. നിയമപാലകന്മാരെല്ലാം നിരത്തിലും ഇറങ്ങി, നിലവിട്ടു ബസ്സുകളിൽ പരിശോധിച്ചു തുടങ്ങി. നിത്യം പല കാരണം കണ്ടെത്തി ഫൈനിൽ കുരുക്കി. തൊഴിലാളി പൊറുതി മുട്ടി, ജീവിത താളവും ഇവർക്ക് തെറ്റി. ഡീസലിൻ വില ഇരട്ടി, സ്പെയർ പാർട്സും ടാക്സതും കുത്തനെ കൂട്ടുന്നേ. എന്നാലും ബസ്സുകാരെ നേർക്കുന്ന സമരവും കുതിര കേറൽ പതിവാക്കി മാറ്റുന്നേ. നമ്മെ ദുരിതത്തിലാക്കുന്നേ. കോവിഡിന്റെ കാലത്തെല്ലാം വണ്ടി കട്ടപ്പുറത്ത്, കണ്ടക്ടർ ഡ്രൈവർ കിളിയും കട്ടതയും പേരുത്ത്. ഓട്ടം തുടർന്നിപ്പം ചാർജ് കൂട്ടിയാലും തകർന്ന്. പണ്ടും പണ്ടേയുള്ള ഒറ്റ രൂപ വിദ്യാർത്ഥികൾക്ക് 8-10 കിലോമീറ്റർ യാത്ര പോണം അവർക്ക്. എന്തോ ഒന്നോ മിണ്ടിപ്പോയാൽ ബസ്സുകാരെ നേർക്ക്. സർക്കാരും പ്രതിപക്ഷമായി തെരുവാകെ ബസ്സിൻ നേരെ സമരവുമായി. ആട്ടും തുപ്പും സഹിച്ചും കൊണ്ടെത്ര ജോലി എടുക്കണം ബസ്സിലെ തൊഴിലാളി. ഇന്ന് ആറ്റുനോറ്റോടിയാലും ഒന്നുമില്ലാതുരുകണം ബസ്സിന്റെ മുതലാളി. ആകെ ദുരിതത്തിൻ തീയാളി. എഞ്ചിനീയറിംഗും MBBS-നും പഠനം. മൊഞ്ചിലാടി പാടിക്കൊണ്ടാണ് ഇവരുടെ നടനം. ഒറ്റ രൂപക്കധികം ചോദിച്ചാലോ പിന്നെ പീഡനം. ലക്ഷങ്ങൾ ഡൊണേഷൻ നൽകി ബിരുദത്തിൻ സീറ്റ് എടുക്കും. ബസ്സിറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് 50-100 കൊടുക്കും. ചെത്തിപ്പൊളിച്ചിവർ കോളേജിലേക്കുടൻ പറക്കും. എന്നാലും ബസ്സിന് ഒറ്റ രൂപ മാത്രം കൊടുക്കുന്നു. പ്രൈവറ്റ് ബസ് വ്യവസായമെല്ലാം തകർന്നിട്ട് പിടിവിട്ട് പോകാറായി. നമ്മുടെ പൊതുജനത്തിനായി ബസ്സുകാരുടെ സേവനം കണ്ടിട്ടും കാണാതായി. ബസ്സിൻ നേരെ കുറ്റങ്ങൾ തിരയൂ